ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അപ്പോൾ നമ്മളിന്നിവിടെ റെഡിയാക്കി എടുക്കുന്നത് നീർദോശ. ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും മീൻ കറി ആയാലും ഒക്കെ അടിപൊളി കോമ്പിനേഷനാട്ടോ. അപ്പോൾ ഞാനിന്നിവിടെ ഒരു ചട്നിയാണ് റെഡിയാക്കി എടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ആ ഒരു ചട്നി നമുക്ക് ദോശക്കായാലും ഇഡ്ഡലിക്കായാലും ഒക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണമെന്നൊന്ന് പിന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ, നീർദോശ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ 250 ml കപ്പിൽ 2 കപ്പ് വറുത്ത അരിപ്പൊടി, സാധാരണ നമ്മുടെ പത്തിരി ഇടിയപ്പൊക്കെ റെഡിയാക്കി എടുക്കുന്ന നൈസ് പത്തിരിപ്പൊടി, ഒരു 1/4 കപ്പ് തേങ്ങ, ഒരു 6-7 ചുവന്നുള്ളി. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ഉള്ളി, അതുപോലെ തേങ്ങ പൊടി ചേർത്ത് ഉപ്പ്, ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊണ്ടുവരാം. ഇതാ നമ്മൾ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒഴിക്കും. അപ്പോൾ ഇതാ നമ്മൾ അടിച്ചെടുത്ത മാവിലേക്ക് എക്സ്ട്രാ 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമ്മുടെ ഈ ഒരു ബാറ്റർ നല്ല നോർമലായിട്ടുള്ള ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ നീർദോശ റെഡിയാക്കി എടുക്കാം. ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നല്ലപോലെ ചൂടായി, നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 തവി മാവ്, കുറച്ച് വലിയ പാനാണെങ്കിൽ ഒന്നങ്ങ് ചുറ്റിച്ചങ്ങ് എടുത്താൽ മതി. ഈ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് റെഡിയായി പറ്റും. നമുക്കിത് മൂടി വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ മൂടി വെക്കുന്നില്ല, കുറച്ച് ക്രിസ്പി ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടില്ലേ, നല്ലപോലെ മുരിഞ്ഞ് വരുമ്പോൾ ഒരു വശം മറിച്ചിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മാറ്റിയെടുക്കുക. നമ്മളിതിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുന്നത് നമ്മൾ തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇതിൻ്റെ മീതെ കുറച്ച് സോഫ്റ്റായിട്ടാവും ഇരിക്കുക, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മതി. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു വൈറ്റ് കളർ മാറാതെ നമ്മൾ മാറ്റിയെടുക്കും. അടുത്തത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അടുത്തത് നമ്മളൊന്ന് ഒഴിച്ചെടുക്കാം. റെഡിയാവട്ടെ. അപ്പോൾ ഇതാ ഒരു വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. റെഡിയായി വരുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പൊന്തി വന്നോളൂ. തിരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ ഇതാ നമ്മുടെ നീർദോശ ഇവിടെ റെഡിയായി. നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളിവിടെ 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, സവോള എടുത്തിട്ടുണ്ട്, 1 തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു 4 വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 1 തണ്ട് കറിവേപ്പില, പിന്നെ ഇതാ നമ്മുടെ വീട്ടിലുണ്ടായി എടുത്തിട്ടുള്ള പച്ച കാന്താരി. ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽ മുളകും എടുക്കാം കേട്ടോ, ചുവന്ന മുളകില്ലേ അതും എടുക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ ഇഡ്ഡലിക്കും ദോശക്കൊക്കെ കോമ്പിനേഷനായിട്ടുള്ള നല്ല അടിപൊളി ചട്നി റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ. വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 2 തണ്ട് കറിവേപ്പില,
ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവോള, നമ്മുടെ ഈ ഒരു വെല്ലുള്ളി ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് വറ്റൽമുളക് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മുളകിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാട്ടോ നമ്മുടെ കാന്താരി ചേർത്തെടുക്കുമ്പോൾ. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർക്കാം. നമ്മൾ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടിയെടുത്താൽ മതി. പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു തക്കാളിയുടെ ചെറിയൊരു പുളി നമ്മുടെ ഈ ഒരു ചട്നിക്ക് പറ്റുള്ളൂ. അപ്പം ഇനി ഇത് നല്ല പോലെ ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇതാ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഞാൻ അരച്ചു കൊണ്ടുവരാം. നല്ല പോലെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിത് ചെറിയ ജാറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്, നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുകിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളി വഴറ്റിയെടുത്ത ആ ഒരു പാനിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കുറച്ച് എണ്ണ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനിത് അതിലേക്ക് 2 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഒത്തിരി അങ്ങോട്ട് കടിച്ചു പോകേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒരു വറ്റൽമുളക്, ഒരു തണ്ട് കറിവേപ്പില, ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത് നമ്മുടെ ഈ ഒരു ചട്നി ചേർക്കാം. ഒരു ടേബിൾ സ്പൂണ് ബ്രൗൺ ഷുഗർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്തെടുക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ. കുറച്ച് കായത്തിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ദോശയ്ക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി കോമ്പിനേഷനായിട്ടുള്ള ചട്നിയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ നീർദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും അതേപോലെ മീൻ കറി ആയാലും ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ ഇവിടെ ഒരു ചട്നിയാണ് റെഡിയാക്കി എടുക്കുന്നത്. നമുക്കിത് ദോശക്കല്ലിലേക്ക് ഒഴിച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ. നമ്മുടെ ആ ഒരു തേങ്ങയുടെ ഉള്ളിയുടെ ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. എത്ര കഴിക്കാത്ത പിള്ളേരും കഴിക്കും കേട്ടോ, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.